ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു വെറൈറ്റി റെസിപ്പിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി, കാശ്മീരി ദം ആലു. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചപ്പാത്തി, നാൻ, പൊറോട്ട, ഗീ റൈസ്, കോക്കനട്ട് റൈസ്, ഇങ്ങനെ എല്ലാറ്റിനും പറ്റിയ ഒരു, ഈവൻ ബ്രെഡിന് പോലും സൈഡ് ഡിഷായിട്ട് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. വരൂ വീഡിയോയിലേക്ക് പോകാം. ആലു ദം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ആണ്. ഇവിടെ ഞാൻ വലിയ പൊട്ടാറ്റോ ആണ് തോലോട് കൂടി വേവിച്ച് പീൽ ചെയ്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബേബി പൊട്ടാറ്റോ കിട്ടുകയാണെങ്കിൽ അതും ഇതുപോലെ തോലോട് കൂടി വേവിച്ചിട്ട് പീൽ ചെയ്തിട്ട് അവിടെ എവിടെയുമായിട്ട് ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്ത് എടുത്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. 1 ടേബിൾ സ്പൂൺ കോരിയൻഡറും കോരിയൻഡറാണ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, 2 ഏലക്ക, 2-3 ഗ്രാമ്പ്, കുറച്ച് പട്ട. ഇതെല്ലാം നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് പച്ചവട മാറുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് മൂക്കണ്ട, മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വറുത്ത സ്പൈസസ് നമുക്കൊന്ന് പ്ലേറ്റിൽ തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. ഇത് ഒരു 10 കാഷ്യൂസ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 കാഷ്യൂസും ഒരു 10 കാശ്മീരി ചില്ലിയുമാണ് നമുക്കിപ്പോൾ പേസ്റ്റ് ആക്കേണ്ടത്. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. കാഷ്യൂസും കാശ്മീരി ചില്ലി പൗഡറും മിക്സിയിലിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. കാഷ്യൂസും കാശ്മീരി ചില്ലിയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടി ചേർക്കാം. തൈരും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വൈപ്പറിൽ അടിച്ചെടുക്കാം. തൈരും കൂട്ടി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ റോസ്റ്റഡ് സ്പൈസസ് നമുക്കൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വച്ചിട്ട് നമുക്ക് ദം ആലു പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് ദം ആലു പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ ഗ്യാസിൽ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ആയാൽ മതി. കോക്കനട്ട് ഓയിൽ വേണമെന്നില്ല. ഇത് ഞാനിപ്പോൾ കടലെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ ഓയിൽ കണ്ടെയ്നർ ഞാൻ അന്ന് റിവ്യൂവിൽ കാണിച്ചതാണ്. നല്ല കണ്ടെയ്നറാണ്, വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ അടയാളത്തിന് 2 ഓയിൽ കണ്ടെയ്നറിൽ അടയാളത്തിന് വേണ്ടിയിട്ട്, ഇത് കടലെണ്ണയ്ക്കുള്ള അടയാളത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ച് വച്ചിരിക്കുന്നത്. ഓയിൽ ലീക്കാവുന്നില്ല. ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. എണ്ണ നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബ്സായിട്ട് എടുത്തു വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ഉതിർത്തിയിടാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട. കുറച്ച് വേവിച്ച കിഴങ്ങായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് ഉപ്പും കൂടിയിട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ പൊട്ടാറ്റോ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിരുന്ന് കോരി മാറ്റാം. ഫ്രൈഡ് പൊട്ടാറ്റോ കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, സാദാ ജീരകം, ഒരു വലിയ സവാള ചെറുതായിട്ട് നറുക്കിയത്, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂട്ടിയിട്ട് ആക്കാം.
ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് വഴറ്റാം. നമ്മൾ ആൾറെഡി കാശ്മീരി മുളക് അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ട് തൈരും എല്ലാം കൂടി ഒഴിച്ച് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ചുകൂടി തൈരോ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച പൊട്ടാറ്റോ അതിലേക്ക് ആഡ് ചെയ്യാം. മസാല എല്ലാം ചേർത്ത് പൊട്ടാറ്റോവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച മസാല കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി കയ്യിൽ നല്ലതുപോലെ നവിടിയിട്ട് കസൂരി മേത്തി ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചീരയും ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ദം ആലു റെഡി. നമ്മുടെ ദം ആലു റെഡിയായി. ഇത് ചപ്പാത്തി, പൊറോട്ട, റോട്ടി, ഗീ റൈസ്, കോക്കനട്ട് റൈസ് എല്ലാത്തിനും പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.